أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവനെ തഖ്വ ചെയ്ത് അയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്ത് മാതൃകയാക്കി അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി ജീവിച്ച് മരണം വരിച്ച് നാളെ മാതാപിതാക്കളോടൊത്ത് ഭാര്യാസന്താനങ്ങളോടൊത്ത് കുടുംബാദികളോടൊത്ത് സ്വർഗം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ക്ഷമക്കും അവരുടെ മറ്റെല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പഠിച്ച് ഖുർആൻ കേട്ട് ഖുർആൻ പാരായണം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു സ്വാഫാത്തിലെ 99-ാമത്തെ ആയത്ത് മുതലുള്ള ചില ആയത്തുകളാണ്. وقال إني ذاهب إلى ربي سيهدين. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിലേക്ക് പോകുന്നതിന് ലോക മുസ്ലിമീങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പകർത്തിക്കൊണ്ട് അദ്ദേഹം കൊളുത്തിവെച്ച ആ ജീവിതമാർഗം വിശുദ്ധമായ അല്ലാഹുവിലേക്കുള്ള ജീവിതമാർഗം, അതിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് തിരിച്ച നാടുകളിലേക്ക് തിരിച്ചു വരാനുള്ള പരിശ്രമത്തിലാണ് ലോകത്തെ മുസ്ലിമീങ്ങൾ ഹാജിമാർ. അല്ലാഹു തആല ഹജ്ജ് ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാവർക്കും ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഈമാനോടെ ഇസ്ലാമോടെ പൂർണ്ണമായ സംതൃപ്തമായ ഹജ്ജ് ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് അവർക്കും നമുക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. 3 കാര്യങ്ങളുണ്ട്, ഒരായത്താണ് 3 കാര്യങ്ങളുണ്ട്. ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ പോവുകയാണ്. എങ്ങോട്ട്? ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിക്കും. ഞാൻ പോവുകയാണ് എന്നതിനെ പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നി ദാഹിബുൻ, ഞാൻ പോവുകയാണ്. ഈ ദുനിയാവിൽ നിന്ന്, ദുനിയാവിന്റെ തിരക്കുകളിൽ നിന്ന്, കലഹങ്ങളിൽ നിന്ന്, കലാപങ്ങളിൽ നിന്ന്, തർക്കവിതർക്കങ്ങളിൽ നിന്ന്, സൗകര്യങ്ങളിൽ നിന്ന്, സുഖങ്ങളിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, സ്ഥാനമാനങ്ങളിൽ നിന്ന്, കൃഷികളിൽ നിന്ന്, കച്ചവടത്തിൽ നിന്ന്, എല്ലാറ്റിൽ നിന്നും ഞാൻ പോവുകയാണ്. എന്റെ കൽബുമായി പോവുകയാണ്. ഒന്നും എന്റെ ലക്ഷ്യമല്ല. എന്റെ ലക്ഷ്യം എന്താണ്? ഇലാ റബ്ബി, എന്റെ റബ്ബാണ് എന്റെ ലക്ഷ്യം. ഒരു മനുഷ്യൻ നന്നാവാൻ ഈ ഒരൊറ്റ ആയത്തിനെ സംബന്ധിച്ച് ചിന്തിച്ചാൽ മതി.
ഇതല്ലാതെ വേറെ ഒന്നും നമുക്ക് ഇവിടെ ദുനിയാവിൽ കിട്ടൂല. ദുനിയാവ് ശാശ്വതമല്ല, ദുനിയാവ് ശാശ്വതമല്ല, അത് എന്നെന്നും ഉള്ളതല്ല എന്ന് അഭിനവകാല സംഭവങ്ങളും യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. കളിതമാശ പോലെയാണ് ആളുകൾ യുദ്ധത്തെ പോലും കാണുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള, രാജ്യങ്ങൾ തമ്മിലുള്ള, മനുഷ്യർ ഒരുപാട് മനുഷ്യർ മരിച്ചു വീഴുന്ന, കൊല്ലപ്പെട്ട് വീഴുന്ന യുദ്ധങ്ങളെ പോലും മനുഷ്യർ ഇന്ന് നിസ്സാരമായ ഒരു ഫുട്ബോൾ മാച്ച് പോലെ, ക്രിക്കറ്റ് കളി പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ബോധമില്ലാത്ത ഒരു ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകം അത് ശാശ്വതമല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ സമാധാനത്തോടെ പൂർണ്ണ സംതൃപ്തിയോടെ അവനവന്റെ കച്ചവടത്തിൽ ഏർപ്പെട്ട് അവനവന്റെ കുടുംബത്തെ നോക്കി അവനവന്റെ മക്കളെ കുഞ്ഞാലിച്ച് വളർത്തി അവനവന്റെ കൃഷി നോക്കി സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന കുടുംബങ്ങൾ കൊലപാതകങ്ങളിലേക്ക്, അക്രമങ്ങളിലേക്ക്, തന്റെ കുടുംബാംഗങ്ങൾ മരിച്ചു വീഴുന്നതിലേക്ക്, പൊട്ടിത്തെറിച്ചു വീഴുന്നതിലേക്ക്, എല്ലാം നശിക്കുന്നതിലേക്കൊക്കെ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയും അത് നമ്മുടെ ചാനലുകൾ മത്സരിച്ച് എന്തോ ഒരു മാച്ച് നടക്കുന്നത് പോലെ അതിങ്ങനെ ഉള്ളതും ഇല്ലാത്തതുമായ വ്യാജമായ വർത്തമാനങ്ങളും വാർത്തകളും നിറച്ചുകൊണ്ട് മനുഷ്യന്റെ സമയത്തെ, ജീവിതത്തെ കൊന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ഇവിടെ കാണുന്നു. BGM ഒക്കെ ഇട്ട്, വലിയ മ്യൂസിക്കുകളൊക്കെ ഇട്ട്, അവിടെ അത്ര ആള് കൊല്ലപ്പെട്ടു, അവിടെ ആ വിമാനം അങ്ങനെയായി, ഇവിടെ ഈ സ്കൂൾ ഇങ്ങനെയായി, അവിടെ ആ സ്റ്റേഡിയം അങ്ങനെയായി. കുറച്ച് കഴിയുമ്പോൾ പറയും ആ നേരത്തെ പറഞ്ഞ വാർത്തകളെല്ലാം വ്യാജമാണ്, അതൊക്കെ ഫേക്കാണ്. ഇങ്ങനെ ആളുകളെ ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകം അത് അനശ്വരമല്ല, അത് ശാശ്വതമല്ല. ഒന്നും കെട്ടിപ്പൊക്കിയതൊന്നും അത് ശാശ്വതമല്ല എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് തന്നെ നമുക്ക് നല്ലത്. എന്റെ റബ്ബാണ് എനിക്ക് വേണ്ടത്, എന്റെ റബ്ബിലേക്കാണ് ഞാൻ പോകുന്നത്. ആ റബ്ബാണ് എനിക്ക് ഏറ്റവും വലുത്, ആ റബ്ബാണ്. ഞാൻ പോവുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് ഞാൻ പോവുകയാണ്. എന്റെ റബ്ബിനെ അന്വേഷിച്ച്, എന്റെ റബ്ബിന്റെ പൊരുത്തം അന്വേഷിച്ച്, അവന്റെ തൃപ്തി അന്വേഷിച്ചു കൊണ്ട് പോവുകയാണ്. അവൻ എന്നെ വഴി കാണിക്കും. അങ്ങനെ എല്ലാം വിട്ടേച്ച് പോയാലും എങ്ങനെ ജീവിക്കും? അവൻ എന്നെ വഴി കാണിക്കും. അവൻ എന്നെ വഴി കാണിക്കും. എന്റെ അമല് കൊണ്ട്, എന്റെ കൽബ് കൊണ്ട്, എന്റെ നിയ്യത്ത് കൊണ്ട് എല്ലാം അല്ലാഹുവിലേക്ക് ഞാൻ പോവുകയാണ്, അല്ലാഹുവിലേക്ക് ഞാൻ യാത്രയാവുകയാണ്. നമ്മുടെ അമലുകൾ കൊണ്ട് അല്ലാഹുവിലേക്കാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കൽബിനകത്ത് നിറഞ്ഞിരിക്കുന്നത് അല്ലാഹുവാണോ? ഈ താൽക്കാലികമായ ദുനിയാവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും സമ്പത്തും ഒക്കെയാണോ നമ്മുടെ കൽബകത്ത് നമ്മൾ നിറച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ ലക്ഷ്യം അടിസ്ഥാനപരമായി ഞാൻ എന്തിന് ജീവിക്കുന്നു? എനിക്ക് ഒരു ദിവസം 24 മണിക്കൂറുള്ള എത്രയോ ദിവസങ്ങൾ അല്ലാഹു തആല എനിക്ക് തന്നു. ഞാൻ ഇന്നും ജീവിക്കുന്നു, ഇനിയും എത്രയോ ദിവസങ്ങൾ ജീവിക്കാനുണ്ട്. ഈ സമയം കൊണ്ട്, ഈ ജീവിതം കൊണ്ട്, ദിവസം കൊണ്ട് ഞാൻ എന്താണ് ഈ ഭൂമിയിൽ നിന്ന് ഞാൻ തേടേണ്ടത്? എന്താണ് ഈ ഭൂമിയിൽ നിന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് ഉണ്ടാക്കേണ്ടത്? ഞാൻ എന്താണ് ലക്ഷ്യം വെക്കേണ്ടത് എന്നതിന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് എന്റെ കൽബിലും, എന്റെ നിയ്യത്തിലും, എന്റെ ഹൃദയത്തിലും, എന്റെ ലക്ഷ്യത്തിലും ഇലാ റബ്ബി, എന്റെ റബ്ബ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അവൻ എന്നെ വഴി കാണിക്കും. എങ്ങോട്ട് വഴി കാണിച്ചു എന്ന് തഫ്സീറുകൾ പറയുന്നുണ്ട്. അല്ലാഹ് എന്നോട് എങ്ങോട്ട് പോകണം എന്നാണോ എന്റെ മനസ്സിൽ അല്ലാഹ് തോന്നിക്കുന്നത് അങ്ങോട്ട് ഞാൻ പോകും. എന്തിന്? അല്ലാഹുവിനെ പരിചയപ്പെടുത്തുവാൻ, അല്ലാഹുവിന്റെ ദീന് പരിചയപ്പെടുത്തുവാൻ, ദഅവത്തിന് വേണ്ടി എങ്ങോട്ടും ഞാൻ പോകും. അല്ലാഹ് എങ്ങോട്ടാണോ എന്റെ ദൗത്യം എന്നുള്ളത് അല്ലാഹുവിനെ സൃഷ്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഈ ദഅവത്ത്, അതാണ് എന്റെ ജീവിത ലക്ഷ്യം. എന്നിട്ട് എങ്ങോട്ടാണ് തിരിച്ചത്? ആദ്യം തിരിച്ചത് ഷാമിലേക്ക് പോകാൻ പറഞ്ഞു. ഇറാഖിൽ നിന്ന് ആദ്യം ഷാമിലേക്ക് പോകുന്നു. വീടൊന്നും വിഷയമല്ല, നാട് വിഷയമല്ല. നമുക്കറിയാം, നമ്മളൊരു നാട്ടിൽ നിന്ന്, വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു കഴിഞ്ഞാൽ പോലും
നമുക്കുള്ള പ്രയാസങ്ങളും പരിമിതികളും ഒക്കെ നമുക്ക് കാണാം. അപരിചിതരായ ആളുകൾ, അപരിചിതമായ സമൂഹങ്ങളൊക്കെ ഇവിടുന്ന് പെട്ടെന്ന് ട്രാൻസ്ഫർ വന്നു, കാസർഗോട്ടേക്ക് വീട് മാറി താമസിക്കണം എന്ന് ട്രാൻസ്ഫർ വന്നു, ഒരു സസ്പെൻഷൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി മാറി താമസിക്കേണ്ടി വന്നാൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങളൊക്കെ അവർക്കറിയാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് നിന്നിട്ടില്ല, ഒരു സ്ഥലത്തായിട്ട് അദ്ദേഹം നിന്നിട്ടില്ല. പലയിടങ്ങളിലേക്ക് അദ്ദേഹം പോയി, ഇറാഖിന്റെ പല ഭാഗങ്ങളിലേക്ക് അദ്ദേഹം പോയി. അള്ളാഹുവിനെ പറ്റി പറയാം. ഷാമിന്റെ ഫലസ്തീനിന്റെ പല ഭാഗങ്ങളിലേക്ക് അദ്ദേഹം പോയി, അള്ളാഹുവിനെ പറ്റി പറയാം. മക്കയിലേക്ക് അദ്ദേഹം പോയി, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ. സർവ്വഭൂമിയിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചിടത്തേക്കൊക്കെ പോയി. ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് വഹുവ അശ്ശാം, ഷാമിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. വഖാല ഖാതിൽ ഫലമ്മാ ഖദിമൽ അർദൽ മുഖദ്ദസ്, അങ്ങനെ ആ പരിശുദ്ധമായ ഷാമിന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ ആ പരിശുദ്ധമായ ആ സ്ഥലം, ആ ഭൂമി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സഅല റബ്ബഹു അൽ വലദ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഒരു മോനെ ചോദിച്ചു, സ്വാലിഹായ സന്താനത്തെ ചോദിച്ചു. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, നൂറാമത്തെ ആയത്തിൽ അതാണ് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മോനെ അല്ലാഹ് നീ എനിക്ക് തരണം. അത്ര നാളും മോനെ പറ്റി ചിന്തിച്ചില്ല. ഈ പ്രാർത്ഥന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന സമയത്ത് 80 വയസ്സ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. 80 വയസ്സ് കഴിഞ്ഞ് 86ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ആദ്യ പുത്രനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നത് എന്ന് ബൈബിളിൽ പോലും നമുക്ക് കാണാവുന്നതാണ്. 86ാമത്തെ വയസ്സിൽ അത്ര നാള് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചിന്തിച്ചില്ല, മക്കളെ പറ്റി പോലും ചിന്തിച്ചില്ല, ദുനിയാവിന്റെ ഒരു സുഖത്തെ പറ്റിയും ചിന്തിച്ചില്ല. ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം എന്നുള്ളത്, ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് അത് മക്കളാണ്. അത് തോട്ടവും കച്ചവടവും ബിസിനസ് ഒന്നല്ല, മക്കളാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് അത് മക്കളാണ്. ആ മക്കളെ പറ്റി പോലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 80 കൊല്ലം ചിന്തിച്ചില്ല. അള്ളാഹു മാത്രമായിരുന്നു കൽബിലുണ്ടായിരുന്ന തിരക്ക് പിടിച്ച ജീവിതം. ദുനിയാവുണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല, പൈസയുടെ പണത്തിന്റെ പിന്നാലെ അലക്ഷ്യമായി ഓടുകയായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ പിന്നാലെ, അള്ളാഹുവിന്റെ സംതൃപ്തിയുടെ, അവന്റെ വിരുദ്ധയുടെ പിന്നാലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു പറഞ്ഞിടത്തെല്ലാം ഓടുകയായിരുന്നു. അത് ആ സമയത്ത് ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ചോദിച്ചു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ ഇനി നീ എനിക്കൊരു സന്താനത്തെ നൽകണം. എന്റെ സ്വത്തൊക്കെ ഏറ്റുനടത്താൻ വേണ്ടിയിട്ടല്ല, എന്റെ കച്ചവടം അത് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എന്റെ ദഅവത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്തു വരുന്ന, ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ദൗത്യം ഈമാനിക പ്രബോധനമാകുന്ന തൗഹീദിലേക്കുള്ള പ്രബോധനമാകുന്ന സ്വർഗ്ഗത്തിലേക്കുള്ള വഴി കാണിക്കലാകുന്ന ആ ദൗത്യം ഏറ്റെടുക്കാനാണ് മക്കളെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത്. അയ്യർസുഖഹു വലദൻ സ്വാലിഹൻ, സ്വാലിഹായ ഒരു മോനെ തരണം റബ്ബേ. യഖൂലു ഖാല യാ റബ്ബി ഹബ്ലി മിൻക വലദൻ യകൂനു മിനസ് സ്വാലിഹീന അല്ലദീന യുതീഊനക, നിന്നെ അനുസരിക്കുന്ന മോനെ അല്ലാഹുവേ നീ എനിക്ക് തരണം. എല്ലാ വാപ്പമാരും ആഗ്രഹിക്കുന്നത് മക്കളെ അല്ലാഹുവിനെ അനുസരിക്കുന്ന മോനാകുന്നതിന് വേണ്ടിയാണ് എല്ലാ വാപ്പമാരും മക്കളെ വളർത്തുന്നത്, മുഅ്മിനീങ്ങളായ വാപ്പമാര്. ആ വാപ്പമാരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അതാണ്, എന്റെ മോൻ അല്ലാഹുവിനെ അനുസരിക്കുന്ന മോനാകണം, 5 നേരം അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്ന, കുമ്പിടുന്ന മോനാകണം, അല്ലാഹു അനുസരണമുള്ള മോനാകണം, അല്ലാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്ന മോനാകണം, അല്ലാഹുവിന്റെ കിതാബ് പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മോനാകണം, നന്മകൾ സമൂഹത്തെ പഠിപ്പിക്കുന്ന മോനാകണം, സ്വാലിഹായ കാര്യങ്ങൾ സമൂഹത്തിന് മാതൃകയാകുന്ന മക്കളാകണം. എന്റെ മകൻ, എന്റെ മകൾ എന്നാണ് പ്രിയപ്പെട്ട മക്കളെ എല്ലാ വാപ്പമാരും ആഗ്രഹിക്കുന്നത്. അതാണ് അല്ലദീന യുതീഊനക വലാ യഅസൂനക, നിന്നെ ധിക്കരിക്കുന്ന മക്കളല്ല, നിസ്കാരത്തിന് വില വെക്കാത്ത മക്കളല്ല, പള്ളിയെ വില വെക്കാത്ത മക്കളല്ല, ദഅവത്തിന് വില വെക്കാത്ത മക്കളല്ല, ഖുർആനിനെ വില വെക്കാത്ത മക്കളല്ല, പ്രവാചകന്റെ ശരീഅകളെയും സുന്നത്തുകളെയും വില വെക്കാത്ത മക്കളല്ല. അത്തരം മക്കൾ ഉണ്ടാകുവാൻ ഒരു വാപ്പയും ഒരു ഉമ്മയും ആഗ്രഹിക്കുകയില്ല പ്രിയപ്പെട്ട മക്കളെ. വയുസ്ലിഹൂന ഫിൽ അർദ്, ഭൂമിയിൽ നന്മകൾ ഉണ്ടാക്കുന്ന സ്വലാഹ് ഉണ്ടാക്കുന്ന മക്കളാണ്. കുടുംബക്കാരെ, നാട്ടുകാരെ, വീട്ടുകാരെ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക്, നമസ്കാരത്തിലേക്ക്, വിജയത്തിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്
മഹബത്തിലേക്ക്, ഇസ്ലാമിലേക്ക്, ഈമാനിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവരായി മാറണം എന്റെ മകൻ, എന്റെ മകൾ എന്നാണ് ഓരോ വാപ്പയും ഓരോ ഉമ്മയും, മുഅ്മിനായ വാപ്പയും ഉമ്മയും ആഗ്രഹിക്കുന്നത്. വലാ യഫ്സദൂന ഫസാദ് ഉണ്ടാക്കുന്നവരാകരുത് എന്റെ മോൻ. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാകരുത്, സമയം നശിപ്പിക്കുന്നവരാകരുത്. ഗെയിമുകളുടെ പിന്നാലെ, മൊബൈലുകളുടെ പിന്നാലെ, സുഖങ്ങളുടെ പിന്നാലെ, സിനിമകളുടെ പിന്നാലെ, പാട്ടിന്റെ പിന്നാലെ, പല പല ലഹരികളുടെ പിന്നാലെ പായുന്നവരായിരിക്കരുത്. അങ്ങനെ ജീവിതം നശിപ്പിക്കുന്നവരായിരിക്കരുത് എന്റെ മക്കൾ. മറിച്ച് യുസ്ലിഹൂന ഫിൽ അർള്, ആ മോൻ മുഖേന, എന്റെ മക്കൾ മുഖേന നാട്ടിൽ നന്മണ്ടാകണം. നാട്ടുകാർ അല്ലാഹുവിനെ അറിയണം, അല്ലാഹുവിന്റെ റസൂലിനെ അറിയണം, പ്രവാചകന്മാരെ അറിയണം, ദീൻ അറിയണം, സത്യം അറിയണം, നീതി അറിയുന്ന, ജനങ്ങൾക്ക് ന്യായം പറഞ്ഞു കൊടുക്കുന്ന, സത്യം പറഞ്ഞു കൊടുക്കുന്നവരായി മാറണം. കുടുംബങ്ങളിൽ വെളിച്ചം കൊടുക്കുന്നവരായി മാറണം. കുടുംബത്തിൽ പ്രകാശം എത്തിക്കുന്നവരായി മാറണം. ജാഹിലിയത്തിന്റെ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി പ്രകാശം സമൂഹത്തിലും കുടുംബത്തിലും വീട്ടിലും നാട്ടിലും നിറക്കുന്നവരായി എന്റെ പൊന്നുമക്കളെ മാറണം. ഇതാണ് ഓരോ വാപ്പമാരുടെയും ചിന്ത എന്ന് എന്റെ പ്രിയപ്പെട്ട മക്കൾ ആലോചിക്കണം. യുസ്ലിഹൂന ഫിൽ അർളി വലാ യഫ്സുദൂന, നശിക്കുന്നവരായി മാറരുത്. ലഹരിയുടെ പിന്നാലെ, മയക്കുമരുന്നിന്റെ പിന്നാലെ, കൊള്ളയുടെ പിന്നാലെ, കൊലയുടെ പിന്നാലെ, സ്ത്രീകളുടെ പിന്നാലെ, സെക്സിന്റെ പിന്നാലെ, ലൈംഗികമായ അരാജകത്വങ്ങളുടെ പിന്നാലെ, പണത്തിന്റെ പിന്നാലെ, ടൂറിന്റെ പിന്നാലെ, യാത്രയുടെ പിന്നാലെ, തോന്നിയവാസങ്ങളുടെ പിന്നാലെ, സുഖലോലുപതകളുടെ പിന്നാലെ, ക്രിക്കറ്റിന്റെയും ഫുട്ബോളിന്റെയും കളിക്കാരുടെയും പിന്നാലെ നടന്ന് ജീവിതം നശിപ്പിക്കേണ്ടവരല്ല പ്രിയപ്പെട്ട തലമുറയെ നിങ്ങളുടെ മക്കൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രാർത്ഥന വാപ്പമാര് പ്രാർത്ഥിക്കണം, മനസ്സുരുകി പ്രാർത്ഥിക്കണം. റബ്ബി ഹബ്ബി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹുവേ എനിക്ക് നൽകണേ റബ്ബേ. ഫബശ്ശർനാഹു ബിഗുലാമിൻ അലീം, അല്ലാഹു കൊടുത്തു. ഫബശ്ശർനാഹു, ദുനിയാവിലെ ഏറ്റവും വലിയ ബശാറത്ത്, സന്തോഷം മക്കളാണ്. ഫബശ്ശർനാഹു, സന്തോഷം കൊടുത്തു. ബിഗുലാമിൻ ഹലീം, സഹനശീലനായ ഒരു മകനെ അല്ലാഹു തആല കൊടുത്തു. സഹനശീലനായ, എല്ലാം സഹിക്കുന്ന, ഒതുക്കുന്ന, ക്ഷമിക്കുന്ന, അതിന് കഴിവുള്ള, പക്വതയുള്ള ഒരു മകനെ ഞാൻ അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു. വഹാദൽ ഹുവ ഇസ്മാഈൽ അലൈഹിസ്സലാം, അത് ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വാപ്പാന്റെ മോന്റെ കഥ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു വാപ്പാന്റെ മോന്റെ കഥ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. നമ്മളത് കേൾക്കുന്നു, നമ്മളത് പഠിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ലോകം ചർച്ച ചെയ്യുന്നു. 4000, 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പോലുള്ള ആളുകളുടെ പേരുകൾ ഇന്ന് ഈ 2025 ലോകം കേൾക്കുന്നു, ചർച്ച ചെയ്യുന്നു, പഠിക്കുന്നു, അവരുടെ പിന്നാലെ പോകുന്നു. ആ മാതൃക സ്വീകരിക്കുന്നതിന് ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചുകൊണ്ട് ഒരു സമൂഹം പരിശുദ്ധമായ മക്കയിലേക്ക് പോയി ഇബ്രാഹിമിനെ പഠിക്കുന്നു, ഇസ്മായിലിനെ പഠിക്കുന്നു. ആലോചിച്ചു നോക്കൂ, വിശുദ്ധമായ ഖുർആനെ നമ്മൾ അത് പാരായണം ചെയ്യുന്നു. നമ്മളും അങ്ങനെ ആകട്ടെ, അടുത്ത നമ്മുടെ മക്കളും അങ്ങനെ ആകട്ടെ. അടുത്തൊരു തലമുറ നമ്മളെ ഓർക്കണം, നമ്മുടെ മക്കളെ ഓർക്കണം. ഒരു മനുഷ്യനുണ്ടായിരുന്നു, തൗഹീദ് പഠിപ്പിച്ച, സുന്നത്ത് പഠിപ്പിച്ച, ഇസ്ലാമിനെ പഠിപ്പിച്ച, ഈമാനിനെ പഠിപ്പിച്ച, സമൂഹത്തിൽ നന്മയും പുണ്യവും പ്രകാശവും വിതറിക്കൊണ്ട് ഈ ഭാഗത്ത് നിന്ന് മരിച്ചുപോയ ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് നമ്മളെ കുറിച്ച്, നമ്മളെ മക്കളെ കുറിച്ച് പറയുന്നിടത്തോളം ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, സഹനശീലനായ ഒരാൺകുട്ടിയെ അല്ലാഹു തആല അദ്ദേഹത്തിൽ കൊടുത്തു. ഫഇന്നഹു അവ്വലു വലദിൻ ബുശ്ശിറ ബിഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വഹുവ അക്ബറു മിൻ ഇസ്ഹാഖ് ബിത്തിഫാഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇത്തിഫാഖ് അനുസരിച്ചുകൊണ്ട് തന്നെ ഇസ്ഹാഖ് നബിയെക്കാളും അക്ബറാണ്, മൂത്തതാണ് ആര്? ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ കാര്യം ഖുർആനിൽ മാത്രമല്ല ബൈബിളിലും ഇതേ രീതി തന്നെയാണ് കാണുന്നത്. ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബിക്ക് വയസ്സ് 86. ഇസ്ഹാഖ് നബി ജനിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബിക്ക് വയസ്സ് 100 വയസ്സ് എന്ന് ബൈബിൾ ഉൽപ്പത്തിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് അല്ലാഹു ഖുർആൻ പറഞ്ഞു, ഫലമ്മ ബലഗ മഅസ്സഇയ, അങ്ങനെ ആ മോന് സഅയെത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കാൻ പ്രായമായ ഒരവസ്ഥ എത്തിയപ്പോൾ, പർവ്വതത്തിലേക്കൊക്കെ നടന്നു കയറാൻ കഴിയുന്ന ഒരു പ്രായമെത്തിയപ്പോൾ പണ്ഡിതന്മാര് പറയുന്നത് ഒന്നുകിൽ 13 വയസ്സ്, അല്ലെങ്കിൽ 7 വയസ്സ്.
7 വയസ്സോ 13 വയസ്സോ ഉള്ള സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വപ്നം കാണിച്ചു. ലോക മുസ്ലിമീങ്ങൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്നം, ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം, ഇന്നും വർഷാവർഷം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വപ്നം എന്താണ്? കാലയ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, ഇന്നി അറാ ഫിൽ മനാമി, ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു മോനെ, അറുക്കുന്നതായി ഞാൻ മോനെ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു എന്ന് മോനോട് പറഞ്ഞു. എത്ര വയസ്സുണ്ട്? 13 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ്. അത്ര പ്രായമുള്ള ആ കുഞ്ഞിനോട് അള്ളാനെ പറ്റി പറഞ്ഞു കൊടുക്കാനും ഇത്ര ഗൗരവമുള്ളൊരു വിഷയം, മോനെ അറുക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് മോനോട് പറയാൻ, പറഞ്ഞ് ചർച്ച ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ആ മോനായത് ഒരു ദിവസം കൊണ്ടായതല്ല. മോനോട് ചെറുപ്പത്തിലെ വാപ്പ സംസാരിക്കുന്നത്, കൂടുതൽ സംസാരിക്കുന്നത് ബിസിനസിനെ പറ്റിയല്ല, അള്ളാനെ പറ്റിയാണ്. കച്ചവടത്തെ പറ്റിയല്ല, ദുനിയാവിലെ ഡിഗ്രികളെ പറ്റിയല്ല, അള്ളാനെ പറ്റിയ, പരീക്ഷയിൽ ജയിക്കുന്നതിനെ പറ്റിയല്ല, ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കുന്നതിനെ പറ്റിയാണ്, ജീവിതത്തിൽ വിജയിക്കുന്നതിനെ പറ്റിയാണ്. പരീക്ഷകൾ ജയിക്കുന്നതിനെ പറ്റിയല്ല, ജയിക്കുന്നതിനെ തോക്കും. അതുകൊണ്ട് ജീവിതം തോക്കെ ജയിക്കുന്നില്ല. ജീവിതം എന്നത് അത് മറ്റൊന്നാണ്. അള്ളാനെ പറ്റി പറഞ്ഞു കൊടുത്തു, പരലോകത്തെ പറ്റി പറഞ്ഞു കൊടുത്തു, സ്വർഗത്തെ പറ്റി പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞ കാല ജീവിതത്തിലെ നല്ല മനുഷ്യരുടെ കഥകളെ സംബന്ധിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വാപ്പമാർക്കാകണം. അപ്പോ 7 വയസ്സുള്ളെങ്കിലും 13 വയസ്സുള്ളെങ്കിലും നല്ല പക്വതയുള്ള മക്കളായി മക്കൾ മാറും. തീരെ ചർച്ച ചെയ്യണം വീട്ടിൽ. അത് സംഘടനയിലോ പള്ളിയിലോ മീറ്റിങ്ങിലോ മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്, വീട്ടിനകത്ത് തീരെ ചർച്ച ചെയ്യണം. വീട്ടിനകത്ത് അള്ളാനെ പറഞ്ഞു കൊടുക്കണം, വീട്ടിനകത്ത് ഖുർആൻ ചർച്ച ചെയ്യണം. ഓരോ ആയത്തും വീട്ടിൽ സുബഹിക്ക് ശേഷം ഓതുകയോ അത് ആ ആയത്തിൽ എന്താണുള്ളത് എന്ന് മക്കളെയും ഭാര്യയെയും കൂട്ടിയിരുത്തി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ വീടുകളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല മക്കളായി മാറും. വീടുകളിൽ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയും അതിന്റെ അർത്ഥം മക്കളും ഭാര്യയും ഉമ്മയും ജ്യേഷ്ഠനും അനുജനും ഭർത്താവും എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്താൽ മക്കള് പക്വതയുള്ള മക്കളായി മാറും. ഒരു ലഹരിക്കും ഒരു പിശാചിനും ഒരു ജാഹലിയത്തിനും പിടിക്കാൻ കഴിയാത്ത സ്വാലിഹീങ്ങളായ മക്കളായി മാറും. വീട്ടിനകത്ത് ഇവിടെ നോക്കൂ, ഫിൽ മനാമി അന്നി അദ്ബഹുക, മോനെ അറുക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്നാണ്. ഒന്ന് 3 ലക്ഷ്യങ്ങളുണ്ട്. അത് ആ പ്രവൃത്തി ചെയ്യേണ്ടി വന്നാൽ അത് എന്റെ മോന് താങ്ങാൻ കഴിയുന്നതാകണം. അതിനു വേണ്ടിയിട്ടാണ് എന്റെ മോന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതാകണം. പറയാതെ മിണ്ടാതെ കൊണ്ടുപോയി അറുക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. ആ വാപ്പ മോനുമായി ചർച്ച ചെയ്യുന്നു. എന്റെ മോന്റെ സ്വബുറ് തിരിച്ചറിയാൻ. സ്വബുറ് തിരിച്ചറിയാന്ന് വെച്ചപ്പോൾ എന്തായി? ഇത്ര നാളും ഞാൻ എന്റെ മോനെ പഠിപ്പിച്ച ദീനിന്റെ പാഠങ്ങൾ, ക്ഷമയുടെ പാഠങ്ങൾ, അള്ളാഹ് അനുസരിക്കുന്ന, അള്ളാഹ് എന്ത് പറഞ്ഞാലും എന്റെ പൊന്നുമക്കളെ സുഖിക്ക ഉമ്മമാരും വാപ്പമാരും വിളിക്കുമ്പോ ഇപ്പോഴേക്ക കുറച്ചയ്യട്ടെ വാപ്പ എന്നെന്റെ പൊന്നുമക്കളെ പറയരുത്. വാപ്പമാര് വിളിക്കണം, ഉമ്മാര് വിളിക്കണം. സുഖയുടെ സമയത്ത് പള്ളിയിലേക്ക് വാപ്പാന്റെ കൈ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകണം. ലക്ഷ്യം ഉണ്ടാവണം. എല്ലാ ദിവസവും കുറെ ഇങ്ങനെ മക്കളെ ഇങ്ങനെ വിളിപ്പിക്കരുത്, ധാരാളമായിട്ട് വിളിപ്പിക്കരുത്. അറുക്കാനൊന്നുമല്ല കൊണ്ടുപോകുന്നത്. അറുക്കാനായിട്ട് അള്ളാഹ് പറഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹ് എന്നോട് പറഞ്ഞാലും അള്ളാഹാണ് പറഞ്ഞത്. അത് ഞാൻ ചെയ്യുന്നു, എനിക്കത് സ്വീകാര്യമാണ്, ഞാൻ അംഗീകരിക്കുന്നു. അള്ളാഹ് പറഞ്ഞെങ്കിൽ അതിലെനിക്ക് ഹൈറുണ്ടാകും, എന്റെ ഹൈറുണ്ടാകും. അള്ളാഹ് കോടാനുകോടി കോശങ്ങളെ കൊണ്ട് എന്റെ ശരീരത്തെ സൃഷ്ടിച്ചവനായ അള്ളാഹ് ഓരോ കോശത്തെയും ഓരോ സെല്ലിനെയും അതിമനോഹരമായി കാരുണ്യം നിറച്ച് അനുഗ്രഹം നിറച്ച് സൃഷ്ടിച്ചവനായ എന്റെ റബ്ബ് എന്നെ അറുക്കണം എന്നെന്റെ വാപ്പയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും അനുഗ്രഹമുണ്ടാകും എന്ന് ചിന്തിക്കാൻ കഴിയുന്ന മക്കളായി എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ മാറണം. അള്ളാഹ് എന്ത് പറഞ്ഞാലും അതെനിക്ക് ഹൈറാണ്. 5 നേരം പള്ളിയിൽ പോയി സുബൈക്കല്ല പോയത്, മഹറിന് വീണ്ടും പോയി, അസറിന് വീണ്ടും പോകുന്നു, മഗ്‌രിബിൽ വീണ്ടും പോകുന്നു, ഇശായിൽ വീണ്ടും പോകുന്നു, നാളെ വീണ്ടും പോകുന്നു, മറ്റന്നാൾ വീണ്ടും പോകുന്നു. എന്തിനാണ് ഇങ്ങനെ എപ്പോഴും പോകുന്നത് ചിന്തിക്കുന്നില്ല. എപ്പോൾ പോയാലും അത് അള്ളാഹ് എനിക്ക് ഹൈറാണ് വെച്ചിട്ടുള്ളത്. ഒരു മടിയില്ലാതെ ഓരോ ചവിട്ടടിക്കും അള്ളാഹ് പ്രതിഫലം തരും എന്ന ധാരണയോടെ പോകാൻ മക്കൾക്കാകണം. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വെക്കുന്ന ഓരോ ചവിട്ട്
തരും. ഓരോ ചവിട്ടടിക്കും എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അന്ന് പുറത്തു തരും എന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ പള്ളിയിൽ പോവുക, നമസ്കാരം നിലനിർത്തുക, ദീനിയായ കാര്യങ്ങൾ ചെയ്യുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക. ഇത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാവൂല. അതൊക്കെ ഒരു പാഴ്വേലയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് എന്തിനാ എപ്പോഴും പോകണം, എന്തിനാ വല്ലപ്പോഴും പോയാൽ പോലെ, മഗ്‌രിബിൽ മാത്രം പോയാൽ പോലെ, ജുമാക്ക് മാത്രം പോയാൽ പോലെ എന്ന് ചിന്തിക്കില്ല. 5 അല്ല 50 തവണ ഒരു ദിവസം പള്ളിയിൽ വന്ന് നമസ്കരിക്കണം എന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കാൻ കഴിയുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണം. പാപ്പമാര് മാറണം, ഉമ്മമാര് മാറണം. എത്ര വയസ്സുള്ള കുട്ടികളാണ് ചോദിക്കുന്നത്? 7 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സുള്ള കുട്ടികളോടാണ്. ആ കുട്ടിന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ, സ്വബർ പരീക്ഷിക്കാൻ, അസ്മ പരീക്ഷിക്കാൻ, സ്ഥൈര്യം പരീക്ഷിക്കാൻ, അള്ളാന്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് എന്ത് പറ്റി മനുഷ്യന്മാരെ? 2000, 3000, 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച കുട്ടിയുടെ ചരിത്രം ഇന്നും ലോക ചരിത്രങ്ങളിൽ, ലോക രാഷ്ട്രങ്ങളിൽ പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? 4000 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം, ആ സംഭവം ഇന്നും അത് പറയപ്പെടാം. അന്ന് ആ കുട്ടി പറഞ്ഞിരുന്നെങ്കിൽ വാപ്പെന്താ പറയണത്, എന്നെ ആൾക്കാരോ അത് നടക്കണ കാര്യമല്ല എന്ന് പറയണ കുട്ടിയല്ലാന്ന് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അതങ്ങനെ പറഞ്ഞ കുട്ടിയല്ലാതെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് എന്ത് പറ്റി? നമുക്ക് പഠിക്കാൻ ജനകോടികൾക്ക് മാതൃകയായി മുന്നിൽ അങ്ങനെ നിൽക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും മുന്നിൽ അങ്ങനെ നിൽക്കുന്നു. സ്വബർ അല്ലാഹ് പരീക്ഷിച്ചു, വാപ്പ പരീക്ഷിച്ചു. അലാ ത്വാഅത്തില്ല, അല്ലാഹനെ അനുസരിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചു. ഇതൊക്കെ വേണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ അങ്ങോട്ട് പോയി ചോദിക്കലല്ല. ചെറുപ്പം മുതലേ നമ്മൾ നമ്മുടെ മക്കളെ തർബിയത്ത് കൊടുത്ത് വളർത്തണം. അള്ളാഹനെ പറഞ്ഞു കൊടുത്ത്, പരലോകം പറഞ്ഞു കൊടുത്ത്, നബിമാരെ പറഞ്ഞു കൊടുത്ത്, പ്രവാചകന്മാരുടെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രയാസമാണ്. തീക്കട്ടെടുത്ത് കയ്യിൽ പിടിക്കാൻ പറഞ്ഞാൽ എത്ര പ്രയാസമാണോ അത്രയും പ്രയാസമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ദീൻ അനുസരിച്ച് ജീവിക്കുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സത്യം. തീക്കട്ടെടുത്ത് കയ്യിൽ പിടിച്ചാൽ ആർക്കും പിടിക്കാം, ശാസ്ത്രം പിടിക്കാം, അതിനേക്കാൾ പ്രയാസമാണ് 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കാന്നുള്ളത്, ദീനനുസരിച്ച് ജീവിക്കാന്നുള്ളത്, പ്രവാചകന്റെ ചര്യകൾ ചെയ്യാന്നുള്ളത്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാന്നുള്ളത്, മുസ്ലിമിന്റെ പേരിടുക എന്നുള്ളത്, മുസ്ലിമിന്റെ പേരിടുക എന്നുള്ളത് പോലും അത്രയും പ്രയാസമായി തീർന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് അള്ളാഹനുസരിച്ചോ, അള്ളാന്റെ അവസ്ഥയും അള്ളെന്നെയും എന്റെ വാപ്പാനെയും എന്റെ കുടുംബത്തെയും എന്റെ നാടിനെയും എന്റെ രാജ്യത്തെയും എന്റെ ലോകത്തെയും സമൂഹത്തെയും എല്ലാവരെയും അള്ളാഹു തആല രക്ഷിക്കും എന്ന ബോധ്യവും അവിടെ ഉണ്ടാവണം. അത് കഴിഞ്ഞു. അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിക്കും, ഫൻദുർ മാദാ തറാ, ഫൻദുർ മോനെ എന്താ ചെയ്യേണ്ടത്, മോനെ എന്താണ് ചെയ്യേണ്ടത്, അത് മോനോട് എന്താണ് ചെയ്യേണ്ടത്, മോൻ സമ്മതിച്ചാൽ ചെയ്യാ അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നേരത്തെ ദുആ ചെയ്തിരുന്നു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹീങ്ങളിൽപ്പെട്ട മോനെ തന്നെ റബ്ബേ, സ്വാലിഹീങ്ങളിൽപ്പെട്ട മോനെ തന്നെ, എന്റെ മോൻ സ്വാലിഹാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി. മോനെ അള്ള എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? മോനെ അള്ള പള്ളിയിൽ പോകാനാണ് പറഞ്ഞിട്ടുള്ളത്, 5 നേരം നിസ്കരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ഖുർആനാണ് അള്ള തന്നിട്ടുള്ളത്, പ്രവാചകന്റെ ചര്യകൾ പിൻപറ്റണമെന്നാണ് അള്ള പറഞ്ഞിട്ടുള്ളത്. മോനെ നീ എന്ത് ചെയ്യും മോനെ? ലോകം ഇങ്ങനെയാണ്, ക്രിക്കറ്റ് കളിക്കാർ ഇങ്ങനെയാണ്, സിനിമാ നടന്മാരിങ്ങനെയാണ്, ഫുട്ബോൾ കളിക്കാർ ഇങ്ങനെയാണ്. പക്ഷേ അവരൊക്കെ പറയുന്നതിനും ചെയ്യുന്നതിനും കാണിക്കുന്നതിനും എതിരായിട്ടാണ് അള്ള പറഞ്ഞിട്ടുള്ളത്. അള്ള പറയുന്നത് കേൾക്കോ, അതല്ല ലോകത്തിന്റെ പിന്നാലെ പോയി നശിച്ചൊടുങ്ങുമോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷിച്ചു. അള്ളാഹ് എത്രത്തോളം എന്റെ മോന് കീഴ്പ്പെടും, അള്ളാഹ് പറയുന്നത് എത്രത്തോളം എന്റെ മോനനുസരിക്കും. എന്താണ് പൊന്നു മോന് പറഞ്ഞത്? വാപ്പ കുറച്ചെയ്യട്ടെ എന്ന് പറഞ്ഞില്ല മക്കളെ. പള്ളിയിൽ പോവാൻ പറയുമ്പോ വാപ്പ കുറച്ചെയ്യട്ടെ മക്കളെ എന്ന് പറഞ്ഞില്ല മക്കളെ. വലത്ത് കൈ കൊണ്ട് തിന്നണം മോനെ, കണങ്കാലിന് മുകളിലേക്ക് വസ്ത്രം ധരിക്കണം പോലെ, താടി അത് വളരുന്ന സമയത്ത് അത് വളർത്തണം മോനെ, ആരെ നോക്കണം മോനെ, അത് വളർത്തിക്കണം മോനെ, പർദ്ദ ധരിക്കണം മോനെ,
മുഖവും മുൻകൈയും മറയുന്ന തരത്തിലുള്ള എല്ലാ വസ്ത്രങ്ങളും പ്രായപൂർത്തിയായി കഴിഞ്ഞ പെൺകുട്ടികൾ മറക്കണം മോളെ, ദീനിയായ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം മോളെ എന്ന് പറയുമ്പോ ഞങ്ങളുടെ മനുഷ്യാവകാശം, ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യാവകാശം പറഞ്ഞു വരല്ല ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമ ചെയ്തത്. അവിടെ പൊന്നുമോൻ എന്താണ് ചെയ്തത്? കാലയാപത്തി യാപത്തി, എന്റെ പൊന്നുപ്പ, എന്റെ പൊന്നുപ്പ, അള്ളാഹ് എന്താണോ പറഞ്ഞത് അത് നടപ്പാക്കിക്കൊള്ളുക. അള്ളാന്റെ തീരുമാനം എന്താണ് അത് എന്നിൽ നടപ്പാക്കിക്കൊള്ളുക. അള്ളാന്റെ കൽപ്പന എന്താ അത് ഞാൻ അനുസരിക്കും. പള്ളിയിൽ പോകാൻ ഒരിക്കലും സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അതിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്, അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. എല്ലാ ദിവസവും കൃത്യമായി ആ 5 നേരം പള്ളിയിൽ നമുക്ക് കൃത്യമായി നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടിയാണ് നമ്മുടെ ദുനിയാവ്, നമ്മുടെ പരലോകവും ഗ്യാരണ്ടിയാണ്. ഏതൊരു ഉമ്മയും ഏതൊരു മാപ്പയും ആഗ്രഹിക്കും. വലിയ വലിയ കാര്യങ്ങളും പറഞ്ഞില്ല, അർക്കാനൊന്നും അല്ലാഹു തആല പറഞ്ഞില്ല. വലിയ മലമുക്കി കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞില്ല. നിങ്ങളുടെ സ്വത്ത് മുഴുവൻ ദാനം ചെയ്യാൻ അല്ലാഹു പറഞ്ഞില്ല. വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു പറഞ്ഞില്ല. മറിച്ച് അല്ലാഹു എന്തേ പറഞ്ഞുള്ളൂ? നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. എന്നിട്ട് ആ പൊന്നുമോന് പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഇവിടെ 3 കാര്യമുണ്ട്. സതജിദുനി, എന്റെ വാപ്പാക്ക് എന്നെ കാണാം, വാപ്പാക്ക് എന്നെ കാണാം, ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ മിനസ് സ്വാബിരീൻ, സ്വാബിരീങ്ങളുടെ കൂട്ടത്തിൽ. അല്ലാഹുവിന്റെ ദീന് അനുസരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സബറുണ്ട്. അല്ലാഹ് എന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. മിനസ് സ്വാബിരീങ്ങളിൽ എന്നെ കാണാം, നിസ്കരിക്കുന്നവരിൽ എന്നെ കാണാം, നന്മ ചെയ്യുന്നവരിൽ എന്നെ കാണാം, ഖുർആൻ പഠിക്കുന്നവരിൽ എന്നെ കാണാം, സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവരിൽ എന്നെ കാണാം, നന്മ പറയുന്നവരിൽ എന്നെ കാണാം, സത്യം പറയുന്നവരായി എന്നെ കാണാം. കളവിന്റെ ഒരു വേദിയിൽ എന്നെ കാണുകയില്ല, ലഹരിയുടെ വേദികളിൽ എന്നെ കാണുകയില്ല, മോശപ്പെട്ട സ്ഥലങ്ങളിൽ എന്നെ കാണുകയില്ല, വൃത്തികെട്ട ഇടങ്ങളിലൊന്നും എന്നെ കാണുകയില്ല. എന്നെ കാണുന്നതിന് ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ എന്റെ വാപ്പ കാണാൻ പറ്റും അന്ന് ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്ന മക്കളായി എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ മാറണം. അങ്ങനെ വാപ്പാനോട് സ്വാബിരീങ്ങളുടെ കൂട്ടത്തിൽ, അല്ലാഹ് പറയുന്നത് അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽ. അത് ഒരു നിർബന്ധിച്ചിട്ടല്ല, ഒരു പ്രയാസത്തോടെയല്ല, ഒരു ബുദ്ധിമുട്ടോടെയല്ല, ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, താല്പര്യത്തോടെ 5 നേരവും കൃത്യമായി വന്ന് പള്ളിയിൽ വന്ന് മറ്റെല്ലാ കാര്യങ്ങളും അല്ലാഹ് പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടെ ചെയ്യുന്ന മക്കളായി എന്നെ കാണാൻ പറ്റും വാപ്പാ എന്ന് പറയാൻ മക്കളെ നിങ്ങൾ തയ്യാറുണ്ടോ? അങ്ങനെ പാറാൻ നമുക്ക് തയ്യാറുണ്ടോ? അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അത് കൊടുത്തു. ഇതിന്റെ പ്രതിഫലം വാപ്പ തന്നെ അല്ലാഹ് തരും. അതുകൊണ്ട് അല്ലാഹ് വീണ്ടും സൂറത്ത് മറിയമിൽ ഇസ്മായിലിനെ പറ്റി പറഞ്ഞുകൊടുക്ക്, ഇസ്മായിലിനെ പറ്റി പറഞ്ഞുകൊടുക്ക്, ലോക ജനകോടികൾക്ക് പറഞ്ഞുകൊടുക്ക്, ഇസ്മായിൽ നബിയെ പറ്റി പറഞ്ഞുകൊടുക്ക്. ഇന്നഹു കാന സ്വാദിഖൽ വഅദ്, സ്വാദിഖൽ വഅദ്, കരാറുകൾ പൂർത്തിയാക്കുന്ന സത്യസന്ധൻ. അല്ലാഹ് പറയുകയാണ് ഖുർആനിൽ, സത്യസന്ധൻ, വാക്കുകൾ പൂർത്തീകരിക്കുന്ന സത്യസന്ധൻ. വകാന റസൂലൻ നബിയൻ, നബിയായിരുന്നു. തന്റെ കുടുംബത്തെ നമസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും കൽപ്പിക്കുവാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. നിസ്കാരത്തെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, നിസ്കാരത്തെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്. കുടുംബത്തിൽ എപ്പോഴും എവിടൊക്കെ പോയാൽ അവരോടൊക്കെ പറയണം. ആരൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന കാര്യം കഴിഞ്ഞിട്ട് മതി കല്യാണം കുറിയാണം എന്തും അള്ളാഹ്ക്ക് സുജൂദ് റുകൂഉ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് മറ്റു ദുനിയാവിന്റെ കാര്യങ്ങൾ നടന്നാൽ മതി എന്നുള്ളിടത്ത് നിന്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് എന്താ? അള്ളാഹിന്റെ അടുത്ത് ഇഷ്ടപ്പെട്ട മോനായിരുന്നു. പറഞ്ഞെടുക്ക്, അമ്മ പറഞ്ഞെടുക്ക്. ഒരക്ഷരത്തിന് 10 പ്രതിഫലം. ആ ഒരക്ഷരത്തിന് ഒരു ഹർഫ് ഓതിയാൽ 10 പ്രതിഫലമുള്ള ഖുർആനിൽ അല്ലാഹു തആല ആ മോന്റെ ചരിത്രം അല്ലാഹ് എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് നമ്മൾ ആലോചിച്ച്. ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽജബീ, ഫലമ്മാ അസ്ലമ, അവർ രണ്ടാളും മുസ്ലിമായപ്പോൾ
മുസ്ലിമായപ്പോൾ, ആ രണ്ടാളും മുസ്ലിമായപ്പോൾ. ഇപ്പൊ മുസ്ലിമാവാന്ന് പറഞ്ഞാൽ പേരിടലല്ല, പ്രാക്ടിക്കലാണത്. പ്രായോഗിക തലത്തിൽ അമ്മ പറഞ്ഞത് അനുസരിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി. ഫലമ്മ അസ്ലമ, അത് രണ്ടാളും മുസ്ലിം. നേരത്തെ മുസ്ലിം അല്ലേ? ഇബ്രാഹിം നബി ഇസ്മായിൽ മുസ്ലിം അല്ലേ? ഇത് വന്നപ്പോൾ അവർ രണ്ടാളും മുസ്ലിമായി. നെറ്റിയിൽ ചിരിച്ചു കിടച്ച് ഞാൻ വിളിച്ചു, താങ്കളുടെ സ്വപ്നം താങ്കൾ സാക്ഷാത്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ്? അള്ളാഹ് എന്നെ അറക്കാൻ പറഞ്ഞാലും അതിലെന്തെങ്കിലും ഖൈറുണ്ടാകും. അതിന്റെ യുക്തിയും അതിന്റെ മാനവികതയും അതിന്റെ അതും ഇതും ശാസ്ത്രീയതയും യുക്തിപരതയും അതിന്റെ താല്പര്യവും പൊതുജന താല്പര്യമൊക്കെ നോക്കി വോട്ടിനിട്ടിട്ട് തീരുമാനിക്കലല്ല പണി. അള്ള പറഞ്ഞതിൽ അനുഗ്രഹം ഉണ്ടാകും, അള്ള പറഞ്ഞതാണ് ശരി, അള്ള പറഞ്ഞതാണ് ഖൈറ് എന്ന് ചിന്തിച്ചത് കൊണ്ട് അള്ള പറഞ്ഞു ഇബ്രാഹിമേ കഴിഞ്ഞു, മതി. നീ അറുക്കണോന്നല്ല ഞാൻ പറഞ്ഞത്, അറുക്കുന്നതായിട്ടാണ്, അറുത്തു കഴിഞ്ഞതായിട്ടല്ല സ്വപ്നം കണ്ടത്, അറുക്കുന്നതായി അറുത്തു. പക്ഷെ മുറിഞ്ഞില്ല. അതങ്ങനെ കത്തി സ്വന്തം മോന്റെ സ്വന്തം മകന്റെ, അതും വൃദ്ധനായ ഒരു പിതാവ്, ആ പിതാവ് അള്ളാഹുവോട് ചോദിച്ചു വാങ്ങിയ ഒരു മോന്റെ കഴുത്തിൽ, പിച്ചോമകയുടെ കഴുത്തിൽ കത്തി അങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തിന്? മോനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അല്ല, മോനെക്കാളും സ്നേഹം അള്ളാഹുവിനോടുള്ളത് കൊണ്ടാണ്. ആ അള്ളാഹ്ക്ക് എല്ലാറ്റിനേക്കാളും സ്നേഹം ആ മോനോടും ആ വാപ്പയോടും ഉണ്ടായി. അതുകൊണ്ടാണ് ഇബ്രാഹിമേ, നീ നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചു കഴിഞ്ഞു. മുഹ്സിനീങ്ങൾക്ക് ഇങ്ങനെയാണ് ഞാൻ പ്രതിഫലം നൽകുന്നത് എന്ന്. നമ്മുടെ ലോകത്ത് കുറെ ഭരണാധികാരികൾ ഉണ്ടല്ലോ, ക്രൂരന്മാരായ ദുഷ്ടന്മാരായ ആളുകൾ. ലോക ഭരണകൂടങ്ങളൊക്കെ അവരുടെ കയ്യിലാണ്. കാലങ്ങൾ കഴിഞ്ഞാൽ, 10 കൊല്ലം കഴിഞ്ഞാൽ, 50 കൊല്ലം കഴിഞ്ഞാൽ, 100 കൊല്ലം കഴിഞ്ഞാൽ ആ ഭരണാധികാരികളെ കുറിച്ച് ലോകം ഒരു മനുഷ്യനൊരു നല്ല വാക്ക് പറയില്ല. ഇന്ന് വലിയ സംഭവമായിരിക്കും, പക്ഷേ ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഇന്ന് ലോകം ഭരിക്കുന്ന ക്രൂരന്മാരായ ഭരണാധികാരികളെ പറ്റി ഒരു നല്ല വാക്ക് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അതേപോലുള്ള ചെയ്തികളാണ്. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം അവരെ പറ്റി ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യന്മാര് നല്ലത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജനകോടികൾ, മുസ്ലിങ്ങൾ മുഴുവൻ, ക്രിസ്ത്യാനികൾ മുഴുവൻ, ജൂതന്മാർ മുഴുവൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റി, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റി ലോക ജനസംഖ്യയുടെ ഗണ്യമായ ഒരു വിഭാഗം നേതാവായിട്ട് അംഗീകരിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും അല്ലാഹു പറഞ്ഞ വാക്കെന്താണ്? ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങൾക്ക് ഇങ്ങനെയാണ് ഞാൻ കൂടി കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ തീരുമാനം അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. അള്ളാഹു തആല നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിബീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദ് وآله وصحبه وسلم. اتقوا الله عباد الله وفديناه بذبح عظيم. അതിന് പകരമായി മഹത്തായ ഒരു ബലികർമ്മം ഞാൻ നിങ്ങൾക്ക് നൽകി എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഖാല ഖറജ അലൈഹി കബ്ശുൻ മിനൽ ജന്ന. സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ആടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പകരമായി അല്ലാഹു തആല ആക്കി കൊടുത്തു. ആ കർമ്മമാണ് നമ്മൾ ലോക മുസ്ലിമീങ്ങൾ എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് ബലിപെരുന്നാൾ ഈദുൽ അദ്ഹയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമുക്കും അത് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ അതിന്റെ ഒരു ഓഹരി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 12,000 രൂപയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. നന്മകൾ ചെയ്യാൻ, നന്മകൾ നമ്മിലൂടെ ലോകം കാണാൻ, വലിയ പ്രതിഫലം അത് മുഖേന ലഭിക്കുവാൻ അല്ലാഹു തആല നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളും